സൈക്കോളജി ഫോർ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്നാണ് ഈ ഒരു പേപ്പറിന്റെ ടൈറ്റിൽ വന്നിട്ട്. അപ്പോൾ ഈ ഒരു ഇതിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ഒരു ഇൻട്രൊഡക്ഷൻ യൂണിറ്റ് ആണ്. യൂണിറ്റ് ടൈറ്റിൽ വന്നിട്ട് ഇൻട്രൊഡക്ഷൻ ടു ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ആണ്. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കുമ്പോൾ ഹെൽത്ത് എന്നുള്ള കോൺസെപ്റ്റും അതിന്റെ ഡെഫിനിഷനും അതുപോലെ തന്നെ ഡിഫറെന്റ് കൾച്ചറിൽ ഈ ഹെൽത്തിനോടുള്ള പെർസ്പെക്റ്റീവ് ലൈക്ക് വെസ്റ്റേൺ, ഈസ്റ്റേൺ, ഇന്ത്യൻ പെർസ്പെക്റ്റീവിലൊക്കെ ഹെൽത്ത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഹെൽത്തിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നും കൂടാതെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഹെൽത്ത് ഇൽനെസ് കണ്ടിന്യൂ, ഇത്രയും ഈ ഒരു 3 ടോപ്പിക്കാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് യൂണിറ്റിലേക്ക് കടക്കാം. യൂണിറ്റിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇൻട്രൊഡക്ഷൻ പാർട്ടില് ഒരു 4 എക്സാമ്പിൾസ് അല്ലെങ്കിൽ 4 സിറ്റുവേഷൻസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഹെൽത്ത് എന്നുള്ള ഒരു ഇതിലേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇത് തന്നിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് എക്സാമ്പിൾ നമ്മൾ വായിക്കുമ്പോൾ രാഹുൽ ആൻഡ് സാമിന ഈ 30 വയസ്സുള്ള കപ്പിൾസിന്റെ അല്ലെങ്കിൽ അവരുടെ ഏർലി 30s കപ്പിൾസിന്റെ കാര്യമാണ് പറയുന്നത്. ദേ ആർ വർക്കിംഗ് ഇൻ MNC. ഓക്കെ, അപ്പോ മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആവുമ്പോൾ അവരുടെ ഇൻകം അല്ലെങ്കിൽ പേ സ്കെയിൽ എന്ന് പറയുന്നത് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഗുഡ് ഇൻകം ഉള്ള ആളുകളായിരിക്കും അല്ലെ. അപ്പൊ ഓഫ് കോഴ്സ് അവരുടെ ലൈഫ് സ്റ്റൈലും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ അതനുസരിച്ചിട്ട് തന്നെ അത് ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും. ലൈക്ക് ഒരു ഹറിബറി ലൈഫാണ്, പെട്ടെന്ന് പോവേണ്ടതായിട്ടുണ്ടാവും അല്ലെ, കുറച്ചൊരു ബിസി ലൈഫാണ്. അപ്പോൾ വലിയ രീതിയിൽ മേ ബി കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡിലൊന്നും ചിലപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, മേ ബി ഓർ മേ നോട്ട് ബി വാട്ട് എവർ. ഇവിടെ രാഹുൽ എന്ത് ചെയ്യാണ്, ഹൈപ്പർ ടെൻഷനും ടൈപ്പ് 2 ഡയബറ്റീസും ഡയഗ്നോസ് ചെയ്യാണ്. അതുപോലെ തന്നെ അവരുടെ പാർട്ട്ണർ ആയിട്ടുള്ള സാമിന അവർക്ക് സ്ലീപ്പ് പ്രോബ്ലംസും അതുപോലെ തന്നെ സ്ട്രെസ്സും ഡയഗ്നോസ് ചെയ്യാണ് ഒരു കൺസൾട്ടേഷൻ ചെയ്തപ്പോൾ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ പ്ലസ് അവരുടെ വർക്കിംഗ് മൾട്ടിനാഷണൽ കമ്പനിയിലൊക്കെ ആകുമ്പോൾ നല്ല വർക്ക് പ്രഷർ ഉണ്ടാവും അല്ലേ. അപ്പൊ അത് കാരണമായിരിക്കാം മേ ബി സാമിനയ്ക്ക് അങ്ങനെയുള്ള ഒരു മെഡിക്കൽ കണ്ടീഷൻ വന്നത്. ആൻഡ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവരുടെ ഡയറ്റ് കാരണമായിരിക്കും, പുവർ ഡയറ്റ് കാരണമൊക്കെ ആയിരിക്കാം അങ്ങനെ ഒരു കണ്ടീഷൻ വന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു 30s 2 വ്യക്തികളുടെ ഹെൽത്ത് ഇഷ്യൂസ് ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ദെൻ സെക്കൻഡ് നോക്കുകയാണെങ്കിൽ ഒരു 10 വയസ്സുള്ള നീരവ് എന്ന ഒരു ബോയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഏജിലുള്ള കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവർക്ക് എപ്പോഴും ജങ്ക് ഫുഡ് ആയിരിക്കും ഇഷ്ടം. സോഫ്റ്റ് ഡ്രിങ്ക്സ്, സ്വീറ്റ്സ്, കാൻഡീസ്, ചോക്ലേറ്റ്സ് ഇതൊക്കെയാണ് അവർക്ക് ഇഷ്ടം അല്ലെ. അപ്പൊ എപ്പോഴും അവർക്ക് ഈ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതൊന്നും വലിയ ഇഷ്ടം ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ആരും നീരവും. അവൻ എപ്പോഴും ഇഷ്ടം എന്താണ്, ജങ്ക് ഫുഡ്സ് ആണ്, അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ്. നമുക്കറിയാലോ ഒരുപാട് ഫാറ്റും ആഡഡ് ഷുഗറും ഒക്കെ ഉണ്ടാവും ഇതിൽ. അപ്പോൾ വാട്ട് എവർ ഇവന് എന്ത് ചെയ്യാണ്, ഒബീസിറ്റി ഡയഗ്നോസ് ചെയ്യാണ്. ഓഫ് കോഴ്സ് നമുക്ക് നോക്കി അറിയാം എന്തുകൊണ്ടാണ്, അവന്റെ അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കൊണ്ടാണ്. നമ്മൾ പറഞ്ഞല്ലോ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും അവൻ കഴിക്കുന്നില്ല എന്നുള്ളത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് അരുൺ എന്ന ഒരു ബോയിനെ കുറിച്ചാണ്. അവന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരിക്കൽ വൺസ് ഹി വാസ് എ ടോപ്പ് സ്റ്റുഡന്റ്, പിന്നെ മേ ബി കൂട്ടുകെട്ടുകൊണ്ടായിരിക്കാം അവൻ എന്ത് ചെയ്യാണ്, സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും ഒക്കെ കോളേജ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ അതൊരു അഡിക്ഷനിലേക്ക് ലീഡ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ഡ്രഗ് അഡിക്ഷൻ കാരണമായിരിക്കാം അവന്റെ അക്കാഡമിക് പെർഫോമൻസ് കുറയാണ് ആൻഡ് റിലേഷൻഷിപ്പിനെ ഇത് എഫക്റ്റ് ചെയ്യാണ്. ലാസ്റ്റ് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ അവനൊരു ഡി അഡിക്ഷൻ സെന്ററിൽ അഡ്മിറ്റ് ആവുകയാണ്. ഇപ്പൊ അവൻ ഡി അഡിക്ഷൻ സെന്ററിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളിപ്പോ 3 കേസസ് കണ്ടു അല്ലെ, ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ നിന്നൊക്കെ ഒരു കൺക്ലൂഷൻ എന്താണ്, അവരുടെ ഹെൽത്തിനെയാണ് അത് ബാധിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് ഇഷ്യൂയിലേക്കാണ് അത് എൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് കേസ് വരുന്നത് സവിത, ഒരു 8-year-old ഗേൾ ആണ്. അപ്പോൾ ഈ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഇങ്ങനെ പോകെ എന്താണ് സ്കൂളിനോടും ഫ്രണ്ട്സിനോടും ഒന്നും ഇൻട്രസ്റ്റ് ഇല്ലാതെ ആവുകയാണ്. സ്ലീപ്പിംഗ് ആണെങ്കിലും മീറ്റിംഗ് ഹാബിറ്റ് ആണെങ്കിലും വളരെ അതൊക്കെ മൊത്തമായിട്ടും മീൻസ് ഒരു റെഗുലർ പാറ്റേണിൽ അല്ലാതെ ആയി പോവുകയാണ്. ഇതിന് കാരണമായിട്ട് എന്താ പറയുന്നത്, അവളുടെ മദർ മരണപ്പെട്ടതാണ്. അപ്പോൾ ആ മദർ മരണപ്പെട്ടത് കൊണ്ടുള്ള സ്ട്രെസ് കൊണ്ടായിരിക്കാം അല്ലെ, മേ ബി എന്താണ് അവൾക്ക് എല്ലാത്തിനോടും ഒരു താല്പര്യം നഷ്ടപ്പെടുകയും ഫുഡിന്റെ കാര്യമാണെങ്കിലും ഉറക്കത്തിന്റെ കാര്യമാണെങ്കിലും അതിലെല്ലാത്തിലും ഒരു ഡിസോർഡർ ആവുകയും അങ്ങനെ ലാസ്റ്റ് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ടപ്പോൾ അവൾക്ക് ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഈ 4 കേസസ് നിങ്ങൾ നോക്കിക്കേ, ഡിഫറെന്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ജീവിക്കുന്നവര്, ഡിഫറെന്റ് ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പിലുള്ളവര്. അപ്പോൾ ഇവർക്ക് അവരുടെ ലൈഫിലുള്ള പല സിറ്റുവേഷൻസ് കൊണ്ട് അവർ എത്തിപ്പെട്ടത് എങ്ങോട്ടാണ്,
അവരുടെ ഹെൽത്ത് ഡിക്ലൈൻ ആവുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ്, അല്ലെങ്കിൽ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് അല്ലെ. അപ്പൊ ഈ ഒരു ഇതിലൂടെയാണ് നിങ്ങളെ ഹെൽത്ത് എന്നുള്ള ടോപ്പിക്കിലേക്ക് എത്തിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് ഹെൽത്ത് എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ്, അതിന്റെ ഡെഫിനിഷൻസ് എന്താണ് എന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ, എന്താണ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമുക്ക് ഇന്നതാണ് ഹെൽത്ത് എന്നൊരു ആക്ച്വൽ ഡെഫിനിഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അതായത് മീനിങ് ഓഫ് ഹെൽത്ത് വാരീസ് അക്രോസ് ടൈം, കൾച്ചർ, സൊസൈറ്റി, ക്ലാസ് ആൻഡ് ഏജ് എന്നുള്ളതാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ്സ് എ കോംപ്ലക്സ് കോൺസെപ്റ്റ്. കാരണം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇന്റർപ്രിറ്റേഷൻസ് ആണ് ഉള്ളത് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഓരോ പെർസ്പെക്റ്റീവിലും ഹെൽത്ത് എന്നുള്ളത് ഡിഫറെന്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതില് ബൗമൻ ഹെൽത്തിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഒരു ജനറൽ സെൻസ് ഓഫ് വെൽബീയിങ് ആണ് അല്ലെ, ഒരു ഓവറോൾ വെൽനെസ് ആൻഡ് ആബ്സെൻസ് ഓഫ് ഡിസീസ് സിംറ്റംസ് ആൻഡ് എബിലിറ്റി ടു പെർഫോം ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്നുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിറ്റ് ആയിട്ടുള്ള ഒരു വെൽബീയിങ്ങിലുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഡിസീസ് സിംറ്റംസ് ഒന്നും ഇല്ലാതെ ഇരിക്കുക, അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുക, ഇതൊക്കെയാണ് ഒരു ഹെൽത്തി കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. അപ്പൊ ഇത് ഇവിടെ പറയുന്ന എന്താണ്, ഇതിന് 3 കമ്പോണൻസ് ഉണ്ട്. നിങ്ങൾ നോക്കിയോ എന്നറിയില്ല. ജനറൽ സെൻസ് ഓഫ് വെൽബീയിങ് അല്ലെ, അപ്പൊ അവിടെ എന്താണ്, ഒരു ഫീലിംഗ് ആണ്, നമ്മള് ഒരു നല്ല ക്ഷേമത്തിലാണ് എന്നുള്ള ആ ഒരു ഫീലിംഗ്. ആൻഡ് സിംറ്റം ഓറിയന്റേഷൻ വിച്ച് മീൻസ് ഡിസീസ് സിംറ്റംസ് ഒന്നും ഇല്ലാത്ത അവസ്ഥ. ആൻഡ് പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ട് പറയുന്ന എന്താണ്, എബിലിറ്റി ടു പെർഫോം ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്നുള്ളത്. അപ്പോൾ മറ്റു പഠനങ്ങൾ പറയുന്നത് ഇതുപോലെ തന്നെയാണ്. അപ്പം ഒരു വയസ്സായിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കരമായിട്ടും വലിയൊരു കുന്ന് കയറുക, അല്ലെങ്കിൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള ടാസ്ക് ചെയ്യുക, അത് പറ്റില്ല. പക്ഷെ ഏജ് വൈസ് ആയിട്ട് ഇത് ഡിഫറെന്റ് ആയതുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് പെർസ്പെക്റ്റീവ് അല്ല ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെ, അല്ലെങ്കിൽ ആ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനക്ക് ഹെൽത്തി ആണ്, അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഉള്ള കണ്ടീഷൻ ആണെന്ന് പറയുന്നതായിരിക്കില്ല കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇത് ഏജ് റിലേറ്റഡ് ആയിട്ട് ഇത് മാറുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. അപ്പൊ ഹെൽത്ത് എന്നുള്ളത് നമുക്ക് ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ സബ്ജക്റ്റീവ് ആണ് അല്ലെ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് മാറ്റപ്പെടുന്നതാണ്. അത് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതെന്താണ്, ദ മീനിങ് ഓഫ് ഹെൽത്ത് വാരീസ് അക്രോസ് ടൈം, കൾച്ചർ, സൊസൈറ്റി, ക്ലാസ് ആൻഡ് ഏജ് എന്നുള്ളത് അല്ലെ. അപ്പൊ ഇത് സബ്ജക്റ്റീവ് ആണ് എന്നും ഇതിനെ സോഷ്യൽ ഫാക്ടേഴ്സും ഏജും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ, ദ വേർഡ് ഹെൽത്ത് കംസ് ഫ്രം ഓൾഡ് ഇംഗ്ലീഷ് വേർഡ് ഹെൽത്ത്. ഈ ഒരു വേർഡിൽ നിന്നാണ്, ഓൾഡ് ഇംഗ്ലീഷ് വേർഡ് ആയിട്ടുള്ള ഹെൽത്ത് എന്നുള്ള വേർഡിൽ നിന്നാണ് എന്ത് വന്നിട്ടുള്ളത്, ഹെൽത്ത് എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ പിൻഡർ 5th സെഞ്ചുറി BC 5th സെഞ്ചുറിയില് പിൻഡർ എങ്ങനെയാണ് ഹെൽത്തിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗൻസും അതുപോലെ തന്നെ മറ്റ് ഫിസിക്കൽ ആസ്പെക്ട്സ് നമ്മൾ ഇതിന്റെ ഒരു ഹാർമോണിയാണ്, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഫങ്ഷനിങ്ങിന്റെ ഒരു ഹാർമോണിയാണ് എന്ത്, നമ്മുടെ ശരീരവും നമ്മുടെ അവയവങ്ങളും ഇതിന്റെ എല്ലാം ഒരു ഐക്യത്തോടെയുള്ള പ്രവർത്തനത്തിനെയാണ് ഹെൽത്ത് എന്ന് പണ്ട് 5th സെഞ്ചുറിയിൽ പിൻഡർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ദെൻ ഹിപ്പോക്രേറ്റ്സ് ആണെങ്കിലും അങ്ങനെ മറ്റ് പ്രമുഖരാണെങ്കിലും ഹെൽത്തിനെ കുറച്ചും കൂടെ ലൈഫ് സ്റ്റൈൽ ആൻഡ് എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് വെച്ചിട്ട്, ലൈക്ക് നമ്മുടെ ഡയറ്റ്, എക്സസൈസ്, എയർ, വാട്ടർ ക്വാളിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് ആണ് ഒരു പോസിറ്റീവ് ഹെൽത്ത് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ കാലം പോകെ ഈ ഹെൽത്ത് എന്നുള്ള ഡെഫിനിഷനിൽ ഒരു മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാം. ആദ്യം നമ്മുടെ ബോഡിയും അവയവങ്ങളും മാത്രമായിട്ടുള്ള ഒരു ഹാർമോണി ആണെങ്കിൽ പിന്നീട് അത് കുറച്ചും കൂടെ വൈഡ് ആവുകയാണ് അല്ലെ, നമ്മുടെ ലൈഫ് സ്റ്റൈലും എൻവയോൺമെന്റ് ഫാക്ടേഴ്സും അത് ഇൻഫ്ലുവൻസ്ഡ് ആണ് എന്നും. പിന്നീട് ഹെൽത്ത് എന്ന് പറയുന്നത് കുറച്ചും കൂടെ നമ്മുടെ എൻവയോൺമെന്റൽ ചേഞ്ചുമായിട്ടുള്ള അഡാപ്റ്റേഷൻ ആണ്, നമ്മുടെ ഒരു ഓവറോൾ വെൽബീയിങ് ആണ്. ഓവറോൾ വെൽബീയിങ് എന്ന് പറയുമ്പോൾ എല്ലാ ലെവലിലും, ലൈക്ക് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, സ്പിരിച്വൽ ലെവലിലൊക്കെ ഉള്ള ഒരു വെൽബീയിങ് ആണ് എന്നും പിന്നീട് പറഞ്ഞു വെക്കുന്നുണ്ട്. വിച്ച് മീൻസ് ഡെഫിനിഷനിൽ വരുന്ന ഒരു ചേഞ്ച് നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടാവും. അതാണ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹെൽത്തിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് വെച്ചാൽ, ഫസ്റ്റ് ഡെഫിനിഷൻ ഉണ്ടായിരുന്നു, ദെൻ വീണ്ടും അത് റിവൈസ് അല്ലെങ്കിൽ പുതുക്കപ്പെട്ടു എന്നുള്ളതാണ്. 1946 എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഈ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫെർമിറ്റി എന്നുള്ളതായിരുന്നു 1946 ഡെഫിനിഷൻ. എങ്കിൽ 1998 ആയപ്പോഴേക്കും അത് റിവൈസ് ചെയ്തു.
പിന്നെ എന്താ പറയുന്നത്, ഡൈനാമിക് സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ, സ്പിരിച്വൽ. നിങ്ങൾ അവിടെ നോക്കണം, നേരത്തെ ഇല്ലാത്തൊരു പുതിയ വേർഡ് അവിടെ ആഡ് ചെയ്യപ്പെട്ടു അല്ലെ, സ്പിരിച്വൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓ ഇൻഫർമിറ്റി എന്നുള്ള. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഹെൽത്ത് എന്ന് പറയുന്നത് കേവലം ഒരു അസുഖം ഇല്ലാതെ ഇരിക്കുകയല്ല, വിച്ച് മീൻസ് ഹെൽത്ത് നോട്ട് ഈക്വൽ ടു ആബ്സെൻസ് ഓഫ് ഡിസീസ് എന്നുള്ളത് ഇറ്റ്സ് ഡൈനാമിക് അല്ലെ, മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള സിറ്റുവേഷനിൽ ആയിക്കൊള്ളണം എന്നില്ല, അല്ലെങ്കിൽ ഹെൽത്ത് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിന് ഇതിനൊരു മാറ്റം വരാം. ഇറ്റ്സ് നോട്ട് സ്റ്റാറ്റിക് എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ ഡയമെൻഷൻസ്. അപ്പൊ ഹെൽത്ത് എന്നുള്ള എന്താണ്, മൾട്ടി ഡയമെൻഷണൽ ആണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അല്ലാതെ ഇപ്പൊ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ബോഡി വൈസ് ആയിട്ടുള്ള കണ്ടീഷനിൽ ഒക്കെ ആയിരിക്കുക എന്ന് മാത്രമല്ല, എല്ലാ തലങ്ങളിലും അല്ലെ ഹെൽത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, സ്പിരിച്വൽ ഡയമെൻഷനും കൂടെ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളത് നമുക്ക് സിമ്പിൾ ആയിട്ട് മൾട്ടി ഡയമെൻഷനൽ ആണ് എന്ന് പറയാം. ഇനി വെൽബീയിങ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വെൽബീയിങ് ഓൾസോ നോൺ ആസ് സബ്ജക്റ്റീവ് വെൽബീയിങ്, SWB എന്നൊക്കെ നമ്മൾ ഷോർട്ട് ആയിട്ട് പറയും. ഓക്കെ, അപ്പോൾ ഈ വെൽബീയിങ് എന്ന് പറയുമ്പോൾ ഹെൽത്തിനെ അപ്പുറം അല്ലെ, നമ്മുടെ ഒരു മെന്റൽ ഹെൽത്തും നമ്മുടെ ഒരു ജീവിതത്തിനോടുള്ള സംതൃപ്തി, നമ്മളുടെ ഹാപ്പിനെസ്, ഇതെല്ലാം കൂടുമ്പോഴാണ് നമ്മൾ ഭയങ്കര ക്ഷേമത്തിലാണ്, സുഖത്തിലാണ് എന്ന് പറയുള്ളൂ. ഇറ്റ് ഇൻവോൾവ്സ് ഫീലിംഗ് ഓഫ് കണ്ടെയ്ൻമെന്റ്, ബിലോങ്ങിങ്, അച്ചീവ്മെന്റ് ആൻഡ് ആബ്സെൻസ് ഓഫ് ഡിസ്ട്രസ് എന്നുള്ള. അല്ലാതെ കേവലം ഒരു ഹെൽത്ത് മാത്രമല്ല വെൽബീയിങ് എന്ന് പറയുമ്പോൾ അതിലപ്പുറം അല്ലെ, നമ്മൾ കുറച്ചും കൂടെ അച്ചീവ്മെന്റും, നമ്മുടെ ചുറ്റും നമ്മൾക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ആളുകൾ ഉണ്ടായിരിക്കുക, നമുക്കൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ മാക്സിമം അവിടെ കുറഞ്ഞ് നമ്മുടെ ലൈഫിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കുക, നമ്മൾ ഹാപ്പി ആയിരിക്കുക, അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് നമ്മളൊരു വെൽബീയിങ്ങിലാണ് എന്ന് പറയുന്നുള്ളൂ അല്ലെ. അപ്പൊ ഇതിന്റെ റിലേറ്റഡ് ടേംസ് നോക്കുകയാണെങ്കിൽ ഹെൽത്ത്, വെൽബീയിങ് എന്നൊക്കെ പറയുമ്പോൾ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ഉണ്ട്. ഡിസീസ്, ഇൽനെസ്, സിക്നെസ് അല്ലെ. നമ്മളിപ്പോൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളതൊക്കെ സെയിം ആണ് എന്നുള്ളതാണ്. പക്ഷെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഇത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഡിസീസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ബയോളജിക്കൽ ആണ്. ലൈക്ക് എന്തെങ്കിലും ഒരു പാത്തോജൻ, അതായത് ബാക്ടീരിയയോ വൈറസോ ഫംഗസോ വാട്ടെവർ, ഈ ഒരു മൈക്രോബ് കാരണം നമ്മുടെ ബോഡിയിൽ ഡോക്ടേഴ്സ് ഡയഗ്നോസ് ചെയ്യുന്ന ഒരു കണ്ടീഷനെയാണ് ഡിസീസ് എന്ന് പറയുന്നെങ്കിൽ ഇൽനെസ് എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ആണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു വ്യക്തിക്കും എന്താണ് ഒരു അസുഖം, പല വ്യക്തികളും പല രീതിയിലാണ് എടുക്കുക അല്ലെ. അപ്പൊ ഇൽനെസ് എന്നുള്ളത് എന്താണ്, ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പേഴ്സൺ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഓഫ് ഇൽ ഹെൽത്ത് ആണ് ഇൽനെസ് എന്ന് പറയുന്നത്. ഇനി സിക്നെസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സൊസൈറ്റൽ റെസ്പോൺസ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ അപ്പോൾ ഒരു അസുഖം വന്നു, അപ്പോൾ സിക്കാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് എന്താണ്, റെസ്റ്റ് ആവശ്യമാണ് അല്ലെ. പിന്നെ ഒരു സ്റ്റിഗ്മ മീൻസ് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു നോക്കിക്കാണൽ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടാവും, ഒരു ജനറലൈസേഷൻ. ലൈക്ക് ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഇപ്പോൾ എയ്ഡ്സ്, ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ എയ്ഡ്സ് എന്ന് പറഞ്ഞ അസുഖം അല്ലെ, അത് വന്ന ആള് അത് വരാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായി അല്ലെങ്കിൽ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള സെക്ഷൽ ലൈഫ് ലീഡ് ചെയ്തതുകൊണ്ടോ അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് ആ ഒരു ഇത് വന്നത്. അപ്പൊ അവരെ മാറ്റി നിർത്തണം, അങ്ങനെയുള്ള ഒരുപാട് സ്റ്റിഗ്മറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു വൺസ് അപ്പോൺ എ ടൈം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പല തെറ്റിദ്ധാരണകളും അസുഖങ്ങളെ കുറിച്ച്, സിക്നെസ് എന്നുള്ള ആ ഒരു ഇതിനോടൊരു സൊസൈറ്റൽ റെസ്പോൺസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് റിലേറ്റഡ് ടേംസ് ആയിട്ട് ഇവിടെ പറഞ്ഞു വെക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഹെൽത്ത് വേഴ്സസ് ഇൽനെസ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹെൽത്ത് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇൽനെസ് എന്ന് നമുക്കറിയാലോ അല്ലെ. അപ്പൊ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ വെൽബീയിങ്ങും അഡാപ്റ്റേഷനും എഫക്റ്റീവ് ഫങ്ഷനും ഇൻവോൾവ്ഡ് ആണെങ്കിൽ, ഇൽനെസ് എന്ന് പറയുന്നത് എന്താണ്, ഇത് ഡിക്രീസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്. സിമ്പിൾ ആണ്, ഡിക്രീസ്ഡ് ഫങ്ഷനിങ് ഇൻ ഫിസിക്കൽ, ഇമോഷണൽ, മെന്റൽ, സോഷ്യൽ ഓർ സ്പിരിച്വൽ ആസ്പെക്ട് എന്നുള്ളതാണ്. അവിടെ നമുക്കൊരു വെൽബീയിങ് ഉണ്ടായിരിക്കില്ല, നമുക്ക് അഡാപ്റ്റഡ് ആയിരിക്കാൻ പറ്റില്ല, നമ്മുടെ ഫങ്ഷനിങ് ഡിക്രീസ് ആവും, അങ്ങനെയുള്ളൊരു അവസ്ഥ അല്ലെ. അങ്ങനെയുള്ള സ്റ്റേറ്റിനെയാണ് എന്ത് പറയുന്നത്, ഇൽനെസ് എന്ന് പറയുന്നത്. ഇനി ഡിഫറെന്റ് ഡൊമെയിൻസ് ഓഫ് ഹെൽത്ത് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻ ആയിട്ടും 3 ഡൊമെയിൻ ആണ് ഇവിടെ പറയുന്നത്, റീസ്റ്റോറേഷനും മെയിൻ്റെനൻസും ഗ്രോത്തും. ഇനി എന്താ ഈ ഒരു റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു അസുഖം വരും അല്ലെ. നമ്മൾ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട്
മെഡിസിൻ എടുക്കും, പല തെറാപ്പീസും അണ്ടർഗോൺ ചെയ്യും. അങ്ങനെ നമുക്ക് എന്തുണ്ടാവും, ആ അസുഖം എന്നുള്ള സ്റ്റേറ്റിൽ നിന്നും അത് സുഖപ്പെടും, അല്ലെ, ഒരു റിക്കവറി ഉണ്ടാവും ആ ഒരു ഇൽനെസ്സിൽ നിന്ന്. അത് തന്നെയാണ് ഹെൽത്തിന്റെ ഫസ്റ്റ് ഡൊമൈൻ ആയിട്ട് പറയുന്ന റീസ്റ്റോറേഷൻ, റിക്കവറി ഫ്രം ഇൽനെസ് ത്രൂ മെഡിക്കൽ ഓർ തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻസ് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് മെയിൻ്റെനൻസ് ആണ്. അതായത് നമ്മളൊരു ഗുഡ് ഹെൽത്ത്, അല്ലെ, പല രീതിയിലും പല ലൈഫ് സ്റ്റൈലും എക്സസൈസിലും ഡയറ്റിലും ഒക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയില്ലേ, അതിനെ തന്നെയാണ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ റീസ്റ്റോറേഷൻ, സെക്കൻഡ് വൺ മെയിൻ്റെനൻസ്. ദെൻ നെക്സ്റ്റ് ഗ്രോത്ത് ആണ്. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഉള്ളതിലും കുറച്ച്, അല്ലെ, ഡെവലപ്ഡ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ആവുക, ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ആൻഡ് ഒരു സോഷ്യൽ സ്പിരിച്വൽ വെൽബീയിങ്, ഇതൊക്കെയാണ് ഗ്രോത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് മൊത്തമായിട്ട് പറയുകയാണെങ്കിൽ ഹെൽത്ത് എന്നുള്ളത് എന്താണ്, ഡൈനാമിക് ആണ്. അതായത് ഒരു സ്ഥിരതയില്ലാത്ത അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പൊ അസുഖം വന്ന ഇല്ലായിട്ടുള്ള ഒരാളെ എന്ത് ചെയ്യാം, റിക്കവറി ആവാം, അല്ലെ, അതുപോലെ തന്നെ റിക്കവറി ആയി അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം, ഏത് സമയവും വീണ്ടും ഇല്ലാവാം, അങ്ങനെയുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ ഉള്ള സ്റ്റേജിൽ നിന്ന് ഒരു ഗ്രോത്ത് ഉണ്ടാവാം. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് പറയാം ഹെൽത്ത് ഇസ് ഡൈനാമിക് എന്നുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഹെൽത്ത് എന്നുള്ളത് കേവലം നമ്മുടെ ബോഡി വൈസ് ആയിട്ടോ ഒന്നുമല്ല, അല്ലെ, ഇറ്റ്സ് മൾട്ടി ഡയമെൻഷണൽ. അതായത് ഒരു കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ്ങിനെയാണ് നമുക്ക് ഹെൽത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലാതെ അസുഖമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയല്ല എന്ന് നമ്മൾ പറഞ്ഞു. ഹെൽത്ത് ഇസ് നോട്ട് ഈക്വൽ ടു ആബ്സെൻസ് ഓഫ് ഡിസീസ് എന്നുള്ളത്. അപ്പം ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ്, എബിലിറ്റി ടു ലിവ് എ ബാലൻസ്ഡ് ആൻഡ് ഫുൾഫില്ലിംഗ് ലൈഫ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിഫറെന്റ് കൾച്ചറിൽ എങ്ങനെയാണ് ഹെൽത്തിനെ നോക്കി കാണുന്നത് എന്നുള്ളത് നമുക്ക് മൂന്നെണ്ണാണ്. വെസ്റ്റേൺ, ഈസ്റ്റേൺ ആൻഡ് ഇന്ത്യൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റ് ആൻഡ് പെർസെപ്ഷൻ ഓഫ് ഹെൽത്ത് ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് കൾച്ചർ എന്നുള്ള, അതായത് കൾച്ചറൽ ബേസിസിൽ ഹെൽത്തിനോടുള്ള ഒരു പെർസ്പെക്റ്റീവില് മാറ്റം ഉണ്ട് എന്നുള്ള. കാരണം നമ്മൾ ഓരോ കൾച്ചർ എടുത്ത് നോക്കുകയാണെങ്കിലും അതിലുള്ള ബിലീഫ്സ് ആണെങ്കിലും അതുപോലെ തന്നെ റിച്വൽസ് ആണെങ്കിലും അവരുടെ ഫോളോ അപ്സ് ആണെങ്കിലും ഒക്കെ ഡിഫറെന്റ് ആണ്. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹെൽത്ത് എന്നുള്ള കോൺസെപ്റ്റിനെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ അതിനെ മാനേജ് ചെയ്യാനും ഇൽനെസ് എന്നുള്ള കാര്യത്തിൽ ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. ഇപ്പോൾ ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറയുന്നത്, ഇതിലുള്ള കാര്യമല്ല, ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് അല്ലെങ്കിൽ ഒരു കൾച്ചർ ബേസ്ഡ് ആയിട്ടും ഹെൽത്ത് എന്നുള്ളതിന് ഇൽനെസ് എന്നുള്ളതിന് രണ്ട് രീതിയിലായിരിക്കും നോക്കിക്കാണും. അപ്പോൾ പല ഗോത്ര വിഭാഗങ്ങളെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ മാറാരോഗമൊക്കെ വന്നു കഴിഞ്ഞ് മീൻസ് സ്റ്റേറ്റസ് അത്ര അഡ്വാൻസ്ഡ് അല്ലാത്തൊരു കാലഘട്ടത്തിൽ അവരെന്ത് ചെയ്യും, ആ ഒരാളെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു മരണത്തിന് അടിമപ്പെട്ട് പോകുന്നത് വരെ അവരെ മാറ്റി നിർത്തുക, അങ്ങനെയുള്ള. കാരണം അത് അവരുടെ കൾച്ചറാണ്, അവരുടെ ബിലീഫാണ്. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ റോൾ ഓഫ് കൾച്ചർ ഇൻ ഹെൽത്ത് ആണ് നെക്സ്റ്റ് പറയുന്നത്. കൾച്ചർ ബിലീഫ്സ് ആണ് ശരിക്കും ഒരു വ്യക്തിയെ ഷേപ്പ് ചെയ്യുന്നത്, അല്ലെ. നമ്മൾ പല സബ്ജക്ട്സും, നിങ്ങളിപ്പോൾ ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റാണ് നിങ്ങൾ ഒരു ബേസിക് ആയിട്ട് ചിന്തിച്ചാൽ തന്നെ നമുക്കറിയാം, നമ്മൾ ജീവിച്ചു വരുന്ന ചുറ്റുപാട്, നമ്മുടെ ചുറ്റുമുള്ള വിശ്വാസങ്ങൾ, നമ്മൾ ജീവിച്ചു പോരുന്ന കൾച്ചർ, നമ്മളെ വളർത്തുന്ന ഒരു രീതി, ഇതൊക്കെ നമ്മളുടെ വ്യക്തിത്വത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെയാണ് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇൽനെസ്, അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ്, ഇതിനോടൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ വെൽബീയിങ് എന്നുള്ളതിനോടുള്ള ഒരു വ്യൂ, ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കൾച്ചറൽ ബിലീഫ്സ് ഷേപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഒരു എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഒരു മാറാരോഗം വന്നാൽ ചില ഇപ്പൊ പറയുമെന്നറിയില്ല, പണ്ടൊക്കെ പറയായിരുന്നു അത് അവര് ചെയ്ത് കൂട്ടിയതിന്റെ കർമ്മഫലമാണ്, അല്ലെ, അന്ന് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് അവരിപ്പൊ കിടന്ന് അനുഭവിക്കുന്നത്, അല്ലെ, ബിലീവ് ഇൻ കർമ്മ. അപ്പൊ ഒരു ക്രോണിക് ഡിസീസ് വന്നാൽ കർമ്മ കൊണ്ടാണ് എന്ന് പറയും. പക്ഷെ വെസ്റ്റേൺ കൾച്ചറിലാണെങ്കിൽ ചില ആളുകൾ അങ്ങനെ പറയും, പക്ഷെ അസുഖം, അല്ലെ, എന്തെങ്കിലും പാത്തജൻസ് കൊണ്ടുവന്നാണ്, അവരുടെ മെഡിക്കൽ സ്റ്റേറ്റസ് കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറയാം. അപ്പോൾ അതിൽ ഒരു ഡിഫറൻസ് നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ ഇതുപോലെ തന്നെയാണ് എങ്ങനെ കൾച്ചർ നമ്മുടെ ഓരോ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇൽനെസ് അല്ലെങ്കിൽ ഹെൽത്ത് എന്നുള്ള ആ ഒരു പെർസ്പെക്റ്റീവില് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി വെസ്റ്റേൺ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ആൻഷ്യന്റ് ഗ്രീക്ക് കൾച്ചർ അനുസരിച്ച് ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഒരു ബോഡി, ബ്ലഡ്, യെല്ലോ ബൈൽ, ബ്ലാക്ക് ബൈൽ ആൻഡ് ഫിൽഗം, ഇതൊക്കെ തമ്മിലുള്ള ഒരു എന്താണ് ഒരു ബാലൻസ് അല്ലെങ്കിൽ ഹാർമണിയാണ് എന്ത് ഹെൽത്ത് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ രക്തം, പിത്തം, കഫം അങ്ങനെയൊക്കെ പറയില്ലേ, ഇതെല്ലാം തമ്മിലുള്ള ഒരു
ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനാണ് ഹെൽത്ത് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഏത് പെർസ്പെക്റ്റീവില്? ആൻഷ്യൻ ഗ്രീക്ക് കൾച്ചറൽ വ്യൂവില്. പിന്നെ റിനൈസൻസിന് ശേഷം അതായത് നവോത്ഥാനത്തിന് ശേഷം നമുക്കറിയാം സയന്റിഫിക് റെവല്യൂഷൻ അല്ലെ, ശാസ്ത്രത്തില് ഭയങ്കരമായിട്ടുള്ള പുരോഗതി ഉണ്ടായി. അപ്പോ മുൻപ് എന്തായിരുന്നു? ഇപ്പോ മനസ്സ്, ശരീരം, അപ്പൊ നമ്മൾ പറയാൻ പറ്റും മൈൻഡ്, ബോഡി, സ്പിരിറ്റ്, ഇതിന്റെ ഒരു ഇന്റർ കണക്റ്റഡ് ആണ് ഹെൽത്ത് എന്ന് പറയുന്നതിന് പറഞ്ഞിരുന്ന ഒരു ആൻഷ്യൻ ഗ്രീക്ക് ടൈം. അതിനുശേഷം നവോത്ഥാനം ഉണ്ടായി, ഒരുപാട് ശാസ്ത്രത്തിൽ വളർച്ചയുണ്ടായി. ദെൻ മെഡിസിൻ അല്ലെ, മെഡിസിന്റെ കണ്ടുപിടുത്തം ഉണ്ടായി. അതുപോലെ തന്നെ കുറച്ചും കൂടെ ഒരു ഫിസിയോളജിക്കൽ നേച്ചറിലുള്ള അല്ലെങ്കിൽ ഒരു ഫിസിയോളജിക്കൽ കാര്യങ്ങളിലുള്ള കുറച്ചും കൂടെ കണ്ടുപിടുത്തങ്ങൾ, അതിനെ കുറിച്ചിട്ടുള്ള അറിവും കൂടി. പിന്നെ എന്താണ് ഇപ്പം മനസ്സ്, അതുപോലെ തന്നെ നമ്മുടെ ശരീരം, ഈ ഒരു ഡുവൽ ആയിട്ടുള്ള കാര്യത്തെ കുറിച്ചിട്ട് ഇപ്പോൾ ഫിലോസഫേഴ്സ് ആയിട്ടുള്ള റെനെ ആണെങ്കിലും ഡെസ്കാർട്ട് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു ആശയം എന്ന് പറയുന്നത് അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മനസ്സും അതുപോലെ തന്നെ നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും ഇതിനെ ആശ്രയിക്കാതെ ശരിക്കും എന്തില്ല, ഇപ്പോ ഒരു കംപ്ലീറ്റ് ആയിട്ട് ബോഡി എന്ന് പറയുന്നത് എന്താണ്, ഒരു സെപ്പറേറ്റ് മെഷീൻ പോലെയാണ് എന്നുള്ളതും, മനസ്സ് ശരീരം എന്നുള്ളത് അതുകൊണ്ട് മാത്രമല്ല രോഗം വരുന്നത് എന്നുള്ളതും, അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്കാണ് റെനെയും അതുപോലെ തന്നെ ഡെസ്കാർട്ടിസും എത്തിപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് ആദ്യം പറഞ്ഞിരുന്നത് എന്താണ്, മനസ്സ് ശരീരം ഇതൊരു ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് അല്ലെ. പിന്നെ ഫിലോസഫേഴ്സ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പം എന്താണ്, നമ്മുടെ മനസ്സിനോ അല്ലെങ്കിൽ ആത്മാവിനോ ആശ്രയിക്കാതെയാണ് നമ്മുടെ ശരീരം മുന്നോട്ട് പോകുന്നത്. അത്രയാണ് അവിടെ പറഞ്ഞു വെക്കുന്നുള്ളൂ. കൺഫ്യൂസ്ഡ് ആയിട്ടില്ലല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ പോകെ എന്താണ് അതിലൊരു പുരോഗതി ഉണ്ടാവുകയാണ് അല്ലെ. പിന്നീട് ബയോമെഡിക്കൽ മോഡൽ നമ്മൾ പഠിക്കും കേട്ടോ, സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ ഒരുപാട് മോഡൽസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അങ്ങനെ ബയോമെഡിക്കൽ മോഡലൊക്കെ വന്നപ്പോൾ ഈ ഒരു ഇൽനെസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഏജന്റ് കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ടീരിയ, ജെംസോ അല്ലെങ്കിൽ പാത്തോജൻസ് മാത്രം കൊണ്ട് വരുന്നതല്ല. ആദ്യം മെഡിക്കൽ മോഡലിനെ ആയിരുന്നു ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. വിച്ച് മീൻസ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് എന്താണ്, ഈ നേരത്തെ പറഞ്ഞ ഈ ഡുവലിസത്തിൽ നിന്നും വ്യത്യാസപ്പെട്ടിട്ട് ലൈക്ക് മൈൻഡ് ബോഡി എന്നുള്ളത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ മൈൻഡും സ്പിരിറ്റും കാര്യങ്ങളൊക്കെ. അതല്ലാതെ ബോഡിയിൽ എന്തെങ്കിലും ഒരു പാത്തോജൻ കാരണം ആണ് അസുഖം ഉണ്ടാവുക, അതിനാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലായിരുന്നു ആദ്യത്തെ വിശ്വാസമെങ്കിൽ പിന്നീട് ബയോമെഡിക്കൽ മോഡലൊക്കെ വന്നതോടുകൂടി എന്ത് ചെയ്യാണ്, അസുഖം എന്ന് പറയുന്നത് വെറും പുറത്തുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ബാക്ടീരിയയും വൈറസും കൊണ്ട് മാത്രം വരുന്നതല്ല, ജെംസ് കൊണ്ട് മാത്രം വരുന്നതല്ല. ഹെൽത്ത് എന്ന് പറയുന്നത് അതിലും ഉപരി പലതുമാണ് എന്നുള്ളതാണ്. അപ്പൊ വെസ്റ്റേൺ അപ്രോച്ച് എങ്കിലും കാര്യമായിട്ടും ഫോക്കസ് ചെയ്യുന്ന എന്തിൽ തന്നെയാണ്, ഫിസിക്കൽ ബോഡിയിൽ തന്നെയാണ്. ഇപ്പൊ ഇമോഷണൽ, സ്പിരിച്വൽ, കൾച്ചറൽ ഫാക്ടേഴ്സ് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ഇപ്പൊ എത്രയൊക്കെ പുരോഗതി പിന്നീട് വന്നു, പക്ഷെ ഒരു ബേസിക്കലി നോക്കുകയാണെങ്കിൽ വെസ്റ്റേൺ പെർസ്പെക്റ്റീവിൽ എന്താണ് ഹെൽത്ത് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമ്മുടെ ബോഡീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അതായത് ഫിസിക്കൽ ബോഡീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ അസുഖം വന്നാൽ നമ്മൾ ഇൽഡാണ് അല്ലെങ്കിൽ ഡിസീസ്ഡ് ആണ് എന്ന് പറയും. അത് ഇല്ലാതെ ആവുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഇല്ലാതെ ആവുമ്പോൾ, സിംറ്റംസ് ഇല്ലാതെ ആവുമ്പോൾ, ഡിക്രീസ് ചെയ്യുമ്പോൾ, അത് കംപ്ലീറ്റ്ലി ക്യൂർ ആവുമ്പോൾ ഹെൽത്തി ആണ് എന്നും പറയും. ആ ഒരു പെർസ്പെക്റ്റീവാണ് വെസ്റ്റേൺ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഈസ്റ്റേൺ കുറച്ചും കൂടെ ഒരു ഇന്ത്യൻ ലൈക്ക് സിവിലൈസേഷൻ ആണ് ഈസ്റ്റേൺ സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ചൈനയാണെങ്കിലും ഒക്കെ ഒരു ഓവറോൾ ഹാർമോണിയാണ് അല്ലെങ്കിൽ ഒരു ബാലൻസ് ആണ്, നമ്മുടെ ശരീരവും മനസ്സും തമ്മിലുള്ള ഒരു ബാലൻസ് ആണ് ശരിക്കും അസുഖം ഇല്ലായ്മ എന്നുള്ളതിലുപരി നമ്മുടെ ഹെൽത്ത് അല്ലെ, നമ്മുടെ ശരീരവും മനസ്സും തമ്മിലുള്ള ഒരു ഐക്യപ്പെടൽ അല്ലെങ്കിൽ ഒരു ഹാർമോണിയാണ് ശരിക്കും ഹെൽത്തിന് വേണ്ടത്. അല്ലാതെ എന്തല്ല വെറും അസുഖമില്ലായ്മയും വേണം, എന്നാൽ നോട്ട് ജസ്റ്റ് ആബ്സെൻസ് ഓഫ് ഡിസീസ്, അതിലുപരി എന്താണ് ഒരു ഓവറോൾ ഹാർമോണി ആൻഡ് ബാലൻസ് ആണ് ഹെൽത്ത് എന്നുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ട്രൂ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, സ്പിരിച്വൽ വെൽബീയിങ് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ എല്ലാം അല്ലെ, നമ്മുടെ ലൈഫിൽ ഇതൊക്കെ നന്നായിട്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയുക അല്ലെ. അതെങ്ങനെയാണ്, ഒരു ഹൈ ലെവലിലോ ലോ ലെവലിലോ അല്ല അല്ലെ, ഒരു ഒപ്റ്റിമൽ ലെവലില് ഇതെല്ലാം തമ്മിലുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഫങ്ഷനിങ് ആണ് എന്ത് ഹെൽത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അതായിട്ട് ഹോളിസ്റ്റിക് മോഡലൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഈ ഹോളിസ്റ്റിക് മോഡല് ഈ ഒരു വ്യൂ ആണ്
മുന്നോട്ട് വെക്കുന്നത്. ഈ ഒരു ബോഡി മൈൻഡ് സ്പിരിറ്റ് തമ്മിലുള്ള ഒരു ഇന്റർ കണക്ഷൻ, ഇതാണ് ഹെൽത്ത് എന്നുള്ള രീതിയിലാണ്, ആ ഒരു പെർസ്പെക്റ്റീവിലാണ് അത് പോകുന്നത്. പിന്നെ ഇൽനെസ് എന്ന് പറയുന്ന അപ്പൊ എന്തായിരിക്കും? ഈ ബാലൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് ഹെൽത്ത് എങ്കിൽ ഇൽനെസ് എന്നുള്ളത് എന്തായിരിക്കും? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെ, ഇംബാലൻസ് വിത്തിൻ ദ ഇൻഡിവിജ്വൽ നോട്ട് ഫ്രം എക്സ്റ്റേണൽ ഏജന്റ് എന്നുള്ളതാണ്. ആ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആ ഒരു വ്യക്തിയിലെ ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു ഫങ്ഷനിങ്ങിൽ വരുന്ന ഒരു ഇംബാലൻസ് ആണ് എന്ത് ഇൽനെസ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു എക്സ്റ്റേണൽ ഏജന്റിൽ നിന്ന് മാത്രം, അതായത് ബാക്ടീരിയ പോലെയുള്ള ഒരു എക്സ്റ്റേണൽ ഏജന്റിൽ നിന്ന് മാത്രമുള്ള ഒരു ത്രെട്ട് അല്ല എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒക്കെ ഇതിനെയാണ് കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയാം. ഒരു ഈസ്റ്റേൺ വ്യൂവിനെയാണ് ആ ഒരു ഡെഫിനിഷനിലൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നത്. അതായത് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, സ്പിരിച്വൽ ഡയമെൻഷൻ കൂടെ ഹെൽത്ത് എന്നുള്ളതിൽ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ള ആ ഒരു ഇതില്. ഇനി ലാസ്റ്റ് പറയുന്നത് ഇന്ത്യൻ പെർസ്പെക്റ്റീവ് ആണ്. അപ്പൊ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു ബേസ് സംസ്കൃതവും ഒക്കെയാണ് അല്ലെ, ഒരു ഫിലോസഫി ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സാൻസ്ക്രിറ്റ് വേർഡ് സ്വസ്ഥയാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സ്വസ്ഥ അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു ഇന്നർ സെൽഫിലുള്ള ഒരു കോൺഷ്യസ്, ലൈക്ക് സ്വ എന്ന് പറഞ്ഞ സെൽഫ് എന്നാണ്. സ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോൺഷ്യസ്, അതായത് ഒരു സെൽഫ് കോൺഷ്യസ് ആണ് ഹെൽത്ത് എന്ന് പറയുന്നത് എന്നാണ്. അപ്പൊ ഹെൽത്ത് ഇൻ ഇന്ത്യൻ ട്രഡീഷൻ ഈസ് സീൻ ആസ് സെൽഫ് അവയർനെസ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇന്നർ ബാലൻസ്, അല്ലെങ്കിൽ നമുക്കൊരു ഒരു അവബോധം എന്ന് പറയില്ലേ, സോ അവബോധം അല്ലെങ്കിൽ ഒരു ഇന്നർ ബാലൻസ്, ഇതൊക്കെയാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ സിസ്റ്റം കുറച്ചും കൂടെ നോക്കുകയാണെങ്കിൽ ആയുർവേദ, സിദ്ധ ഒക്കെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇതില് ഫിസിക്കൽ, സൈക്കോളജിക്കൽ, ഫിലോസഫിക്കൽ, എത്തിക്കൽ ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ് ഓഫ് എ പേഴ്സൺ എന്നുള്ളതാണ് എന്ത് ഹെൽത്ത് ആയിട്ട് പറയുന്നത്. അതായത് നമ്മുടെ പ്രകൃതിയും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് മൗലികമായിട്ടുള്ള കാര്യങ്ങളും ഇതെല്ലാം നമുക്ക് എന്തിനു വേണം? ഒരു ഗുഡ് ഹെൽത്തിന് എസെൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരു ആരോഗ്യമായിട്ടുള്ള ഒരു അവസ്ഥ എന്നുള്ള, അല്ലെങ്കിൽ നല്ല ആരോഗ്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റിന് നമ്മുടെ പ്രകൃതിയാണെങ്കിലും പ്രപഞ്ചമാണെങ്കിലും നമ്മുടെ ധാർമ്മിക ജീവിതമാണെങ്കിലും ഇതിനൊക്കെ ഒരു ഐക്യപ്പെടൽ വേണം, അല്ലെങ്കിൽ ഇതിലൊക്കെ ഒരു ഐക്യം വേണം. എങ്കിലാണ് ഒരു വ്യക്തി എന്താണ് ഹെൽത്തി ആണ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ഹെൽത്തിലാണ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്നുള്ള കുറച്ചും കൂടെ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലായി ഫിലോസഫിക്കൽ വ്യൂ ആണ് അവിടെ പോകുന്നത് അല്ലെ. അപ്പൊ ബയോമെഡിക്കൽ മോഡൽ പോലെയല്ല, കുറച്ചും കൂടെ ഒരു ഡിസീസ് ആൻഡ് ബയോമെഡിക്കൽ എന്ന് പറയുമ്പോൾ നമ്മള് മോഡൽ പഠിക്കൂ കേട്ടോ. ആ ഒരു മോഡൽ പറയുന്ന പോലെ ഒരു സിംറ്റം ട്രീറ്റ് ചെയ്യുക എന്നുള്ളതിലുപരി ഒരു ഹീലിംഗിലാണ്, അതായത് ഈ ഒരു ബാലൻസ് റിസ്റ്റോർ ചെയ്യുക, ഒരു ഹീലിംഗ് പ്രോസസ്സ്, ഇതിലൊക്കെയാണ് കൂടുതലായിട്ടും നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറയാം. ഇപ്പൊ നമ്മൾ പഠിച്ചൊരു സമ്മറൈസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ വെസ്റ്റേൺ മോഡൽ എന്താണ്? മൊത്തമായിട്ടും ഒരു മെക്കാനിസ്റ്റിക് അല്ലെങ്കിൽ ഡിസീസ് സെന്റേർഡ് ആണ് എന്ന് പറയാം അല്ലെ. ഇനി ഈസ്റ്റേൺ മോഡൽ ആണെങ്കിൽ കുറച്ചും കൂടെ ഹോളിസ്റ്റിക് അല്ലെങ്കിൽ ഹാർമോണിക് സെന്റേർഡ് ആണ്. ഒരു ഇന്റേണൽ ബാലൻസിനെ കുറിച്ചിട്ടും ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, സ്പിരിച്വൽ ആസ്പെക്ട്സിനെ കുറിച്ചിട്ടും അവിടെ പറയുന്നുണ്ട്. ആൻഡ് ഇന്ത്യൻ മോഡൽ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഇന്നർ ഡയറക്റ്റഡ് ആണ് അല്ലെ, ഒരു സെൽഫ് അവയർനെസ്സിലാണ് കൂടുതലായിട്ടും ഊന്നൽ കൊടുക്കുന്നത് അല്ലെ. മോറൽ, സ്പിരിച്വൽ ബാലൻസ്, അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയുമായിട്ടുള്ള ഒരു ഐക്യം, ഇതൊക്കെയാണ് ഒരു കംപ്ലീറ്റ് വെൽബീയിങ് ആയിട്ട് അതിൽ പറയുന്നത്. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് ഹെൽത്ത് ഇൽനെസ് കണ്ടിന്യൂം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ഫിഗർ ഉണ്ട്. നിങ്ങൾ ആ ഫിഗർ എന്തായാലും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അത് നിങ്ങൾ എന്തായാലും നോക്കി വെക്കണം കേട്ടോ. കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് വിത്ത് ഹെൽപ്പ് ഓഫ് ഫിഗർ എന്നുള്ളത്. എക്സ്പ്ലെയിൻ ഹെൽത്ത് ഇൽനെസ് കണ്ടിന്യൂം വിത്ത് ഹെൽപ്പ് ഓഫ് ഫിഗർ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്നുമില്ല, അത് സിമ്പിൾ ആണ്, നിങ്ങൾ അത് ജസ്റ്റ് സോറി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ വിട്ടുപോയതാണ്. ദാദാ ഈ ഒരു ഫിഗർ ഒന്നുമില്ല, ഒരു ടു സൈഡഡ് ആയിട്ടുള്ള ആരോ ഉള്ള ഒരു ലൈന്, അതിലുള്ള കുറച്ച് കാര്യങ്ങൾ അതൊന്നും നിങ്ങൾ നോക്കി വെച്ചാൽ മതി. അപ്പൊ ഇതെന്താന്ന് നമുക്ക് നോക്കാം. ഹെൽത്ത് ഇൽനെസ് കണ്ടിന്യൂം ജോൺ ട്രാവിസ് ആണ് 1972 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആക്ച്വലി ഒരു മോഡലാണ്, ഇതിൽ ഒരുപാട് കൺഫ്യൂസിങ് ആവാനുള്ള കാര്യമൊന്നുമില്ല, സിമ്പിൾ ആണ്. ഇപ്പൊ നിങ്ങൾ ഈ കണ്ടിന്യൂം എന്ന് പറയില്ലേ, അതായത് ഈ ഹെൽത്ത് ഇൽനെസ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ഒന്നിലും ശാശ്വതമല്ല എന്നാണ് പറയുന്നത്. അതായത് ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പഠിച്ചെന്താണ്, ഒരു ഡൈനാമിക് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അസുഖമില്ലാതെ ആവുക എന്നുള്ളതിലുപരി ഇതെന്താണ്, ഇതിനൊരു ന്യൂട്രൽ പോയിന്റ് ഉണ്ട്. ഈ ന്യൂട്രൽ പോയിന്റ് ആണ് നമുക്ക് അസുഖമില്ലാത്ത
ഒരു റിയൽ വെൽനെസ്സിനെ എന്ത് ചെയ്യുന്നത്, റിയൽ വെൽനെസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ അതായത് ന്യൂട്രൽ പോയിന്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് പോകും തോറും നമ്മളിങ്ങനെ ഇൽഡായിരിക്കുക, അതുപോലെ തന്നെ പ്രീമെച്ചർ ആയിട്ടുള്ള ഡെത്ത്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സിംറ്റംസ്, ഡിസബിൾഡ് ആവുക, അങ്ങനെ ആ ഒരു എക്സ്ട്രീം. ദെൻ റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വെൽനെസ്, ഗ്രോത്ത്, അതായത് നമ്മൾ അവയർനെസ്സിലൂടെയും എഡ്യൂക്കേഷനിലൂടെയും ഒക്കെ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യുക, ഒരു ഇൻഡിവിജ്വലിന് ഒരു ഗ്രോത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളത് ആണ് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ഇതിൽ ട്രീറ്റ്മെന്റ് പാരഡിഗം പറയുന്നുണ്ട് ഇതിന്റെ താഴെ. ട്രീറ്റ്മെന്റ് പാരഡിഗം എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കൊരു ഇൽനെസ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓഫ് കോഴ്സ് നമ്മൾ മെഡിക്കൽ കെയർ എടുക്കും, പല തെറാപ്പീസ് എടുക്കും, മെഡിക്കേഷൻസ് എടുക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ന്യൂട്രൽ പോയിന്റിലേക്ക് എത്തും. അസുഖം വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കാലാകാലം അസുഖം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ലൈഫ് ലോങ് നമ്മൾ ആ അസുഖത്തിന് അടിമപ്പെട്ട്, ചില അസുഖങ്ങളുണ്ട് ക്രോണിക് ആയിട്ടുള്ള, അതല്ലാതെ നോർമലി പറയുകയാണെങ്കിൽ അസുഖം വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ആ ഒരു സ്റ്റേറ്റിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ട് പോവില്ലല്ലോ. അതിന്റെ പ്രോഗ്രസ് ഉണ്ടാവില്ലേ? നമ്മളെ വെൽനെസ് എന്നുള്ളതിലേക്ക് ഒരു മടക്കം ഉണ്ടാവില്ലേ, അല്ലെ? നമ്മുടെ പേഴ്സണൽ എഫേർട്ട് കൊണ്ടും ലൈഫ് സ്റ്റൈൽ ചേഞ്ച് കൊണ്ടും ഒക്കെ ഒരു എഫേർട്ടിലൂടെ അത് അല്ലെ, ഇതിലൊരു കണ്ടോ ഇവിടെ ഇപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റേറ്റിലേക്ക് എത്തുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻസും ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് സിംറ്റംസും സയൻസും ഒന്നും ഇല്ലാതെ നമ്മളൊരു ന്യൂട്രൽ പോയിന്റിലേക്ക്, അതായത് ആബ്സെൻസ് ഓഫ് ഇൽനെസ് എന്നുള്ള സ്റ്റേറ്റിലേക്ക് എത്തും, അല്ലെ? പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അവയർനെസ്സും എഡ്യൂക്കേഷനും ഒക്കെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ചേഞ്ചും കാര്യങ്ങളും ഒക്കെ വന്ന് നമ്മളെ വെൽനെസ് എന്നുള്ള ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തും. അപ്പൊ ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്ലക്ച്വേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള കാര്യമല്ല. എങ്കിൽ നേരെ മറിച്ച് എന്താണ്, കോൺസ്റ്റന്റ്ലി ഫ്ലക്ച്വേറ്റ് ആയിട്ടുള്ള, അല്ലെ? ഇപ്പൊ നമ്മുടെ ഡെയിലി ഫിസിക്കൽ ഇമോഷണൽ ചേഞ്ച് ഉണ്ടാവും. അതൊക്കെ നമ്മുടെ ഹെൽത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയുന്ന ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യമല്ല. ഇത് നമുക്ക് കൂടാം കുറയാം എന്നുള്ളതാണ്, അല്ലെ? ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അതിന് പല രീതിയിലുള്ള ബുദ്ധിമുട്ടും ആൻഡ് പ്രീമെച്ചർ ആയിട്ടുള്ള ഇടത്തിലേക്കും എത്തിക്കുന്നു. എങ്കിൽ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താണ്, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള അവയർനെസ്സും എഡ്യൂക്കേഷനും നമ്മുടെ ലൈഫ് ചേഞ്ചിൽ ഉള്ള ലൈഫ് ചേഞ്ചസും ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റും എക്സസൈസും പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ലേ ഹെൽത്തിൽ. ദെൻ അത് നമ്മളൊരു വെൽനെസ് എന്നുള്ള സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഹൗ വി അഡാപ്റ്റ് ടു റെസ്പോണ്ട് ടു ദീസ് ചേഞ്ചസ് ഡിറ്റർമൈൻസ് അവർ ഓവറോൾ ഹെൽത്ത് എന്നുള്ള കാരണം. നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നതെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് എന്തുണ്ടാവും? നമുക്ക് നല്ല രീതിയിലുള്ള ചേഞ്ച്, വെൽബീയിങ് എന്നുള്ളതിലേക്ക് നമ്മൾ എത്തില്ലേ? കറക്റ്റ് ആയിട്ടുള്ള അവയർനെസ്സും എഡ്യൂക്കേഷനും ഒക്കെ കിട്ടുകയാണെങ്കിൽ, അല്ലെ? ഇനി അതെല്ലാം നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല, എന്താന്ന് വെച്ചാൽ സംഭവിച്ചോട്ടെ എന്നുള്ളതിലൊരു നെവർ മൈൻഡഡ് ആയിട്ട് പോവുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് അതിന്റെ ഫസ്റ്റ് സയൻസ്, പിന്നീട് സിംറ്റംസ് ആവും, പിന്നീട് ഡിസബിൾഡ് ആവും, പിന്നെ നമ്മൾ ഡെത്ത് എന്നുള്ളതിലേക്ക് എത്തിക്കും, അല്ലെ? അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആൻഡ് റെസ്പോൺസ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ് ടു ഇൽനെസ് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് എന്തിൽ പറയുന്നത്, ഈ ഒരു ഹെൽത്ത് ഇൽനെസ് കണ്ടിന്യൂത്തിൽ പറയുന്നത്. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ എപ്പോഴും എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് വെൽനെസ്, ഡിസ്ക്രൈബ് ക്രോസ് കൾച്ചറൽ പെർസ്പെക്റ്റീവ് ഓൺ ഹെൽത്ത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ എപ്പോഴും അധികം ചിലപ്പോൾ കമ്പൈൻഡ് ആയിട്ട്, അതായത് ഫസ്റ്റ് യൂണിറ്റ് ആൻഡ് സെക്കൻഡ് യൂണിറ്റ് കമ്പൈൻഡ് ആയിട്ട് വരാറുണ്ട്. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൽ കുറച്ച് മോഡലുകൾ പഠിക്കുന്നുണ്ട്, അത് കമ്പൈൻഡ് ആയിട്ട് വരാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, ഡിസ്ക്രൈബ് ഹെൽത്ത് ഇൽനെസ് കണ്ടിന്യൂം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം എന്നുള്ളത് വരാം. അല്ലെങ്കിൽ എലുസിഡേറ്റ് ദ കോൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഹെൽത്ത്. ഇങ്ങനെ ടോട്ടൽ 100 മാർക്കിലാണ് നമുക്ക് എക്സാം ഉണ്ടാവുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 20 മാർക്കാണ് അതിനുണ്ടാവുക, അതിനുള്ള വെയിറ്റേജ് ഉണ്ടാവും. അപ്പോൾ 20 മാർക്കിന് നിങ്ങൾ എഴുതണം. അപ്പോൾ ഇന്നത് ഇമ്പോർട്ടന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിലെന്താണ്, ഹെൽത്ത് എന്നുള്ള കോൺസെപ്റ്റും ഡെഫിനിഷനും അതാണെങ്കിലും, അതുപോലെ തന്നെ ഡിഫറെന്റ് കൾച്ചറൽ പെർസ്പെക്റ്റീവ് ആണെങ്കിലും, ഹെൽത്ത് ഇൽനെസ് കണ്ടിന്യൂ ആണെങ്കിലും 3 ടോപ്പിക്കും എന്ത് തന്നെയാണ്, ഈക്വലി ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പൊ നിങ്ങളത് നോക്കി വെക്കുക. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.